സഹകരണ മേഖലയിൽ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായ നീക്കമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിക്ഷേപകരുടെ പണം നഷ്ടമാകില്ലെന്നും യാതൊരു ആശങ്കയും വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എറണാകുളത്ത് സഹകരണ വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ സഹകരണ മേഖലയിൽ 2 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമുണ്ട്. ക്രെഡിറ്റ് മേഖല ഏറ്റവും മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ സഹകരണ മേഖലയിലെ ചില വാർത്തകൾ സഹകാരികളിൽ പ്രയാസമുണ്ടാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നല്ല രീതിയിൽ തന്നെയാണ് കേരളത്തിൻ്റെ ക്രെഡിറ്റ് മേഖല പ്രവർത്തിച്ചു പോകുന്നത്. പക്ഷേ ചില വാർത്തകൾ, വരുന്ന വിവരങ്ങൾ അത് പൊതുവിൽ സഹകാരികളിൽ വലിയ തോതിൽ പ്രയാസമുളവാക്കുന്ന ഒന്നാണ്. പൊതുവായ ഖ്യാതിക്ക് ചേരാത്ത തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചിലയിടങ്ങളിൽ നടക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ അതികർക്കശമായ പരിശോധനയും ഇടപെടലും അതിൽ വന്ന മാറ്റം ഇത്തരം കാര്യങ്ങൾക്ക് പ്രോത്സാഹനമായി മാറുന്നുണ്ടോ എന്നത് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. കൃത്യമായ ഇടപെടലുകൾ നടത്തി തിരുത്തലിലേക്ക് സഹകരണ മേഖല കടന്നിട്ടുണ്ട്. അഴിമതി തീണ്ടാത്ത മേഖലയായി സഹകരണ മേഖലയെ നിലനിർത്തി പോകണം. അതേസമയം സഹകരണ മേഖലയിൽ മൊത്തം കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം ദുഷ്ടലാക്ക് തിരിച്ചറിയണമെന്നും നിക്ഷേപകരുടെ പണം നഷ്ടമാകുമെന്ന യാതൊരു ആശങ്കയും വേണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതി തീണ്ടാത്ത മേഖലയായി നിലനിർത്തി പോകണം. സഹകരണ മേഖലയിൽ ആകെ കുഴപ്പമാണ് എന്ന് വരുത്താനുള്ള ബോധപൂർവമായ ചില നീക്കങ്ങളുണ്ട്. അത് ശരിയല്ല എന്ന് സഹകാരികളായി എല്ലാവർക്കും അറിയാം. ഏതാനും ചിലത് മാത്രമാണ് ഈ തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിച്ചിട്ടുള്ളത്. കേരളത്തിലെ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്ന ഓരോ ചില്ലിക്കാശും ഭദ്രമായിരിക്കുമെന്നുള്ളതാണ്. ഒരു നിക്ഷേപകർക്കും ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല. 71ാമത് അഖിലേന്ത്യാ സഹകരണ വാരാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ വി എൻ വാസവൻ, പി രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി.